അവള് തന്നെയാണോ ഇവളെന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനൊരു വഴിയുണ്ട്. അവൾക്ക് എല്ലാ ഭാഷ അറിയാമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ, എന്താ ഒരു ഗൂഢാലോചന? എന്നെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കാന്ന് ആലോചിക്കായിരിക്കും അല്ലേ? ഞങ്ങള് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഇതെന്താ പുതിയൊരു ദേശസ്നേഹം? അറിഞ്ഞറണ്ണ എഴുതി வைத்த ഓலை അത് நல்லவர்க்கு வாழ்வு வரும் நாளை. நீயோ ஒரு அல்லி, பார்வையிலே ஒல்லி, ஆனா நீ ஒரு கள்ளி, நானோ ஒரு புள்ளி. எங்கிட்ட மோதனே நீ போக வேண்டியது பள்ளி. बदतमीज, नादान, बेवकूफ लड़की, ज्यादा होशियार बनने की कोशिश मत करना, वरना ये गोली तुम्हारे सीने के पार होगा, समझे? ಈ ಎನ್ನಗುಂಡು ನಾ ಮೋಹಗೊಂಡು ಮನಹಿಗೆ ಹೂವಾಯಿತು. ಬಾಳಲ್ಲಿ ಮುಗಿಲಿ ಕಂಡ ಕನವಿರು ಕುಣಿವೆಂದ ನಮಗಾಗಿದು. కంజికి పోన మంజానికి కాలు నాలుగు కాసికి పోయిన కర్మ తొలగదు. നീ അല്ലടി പോകലു, ഞാൻ ഇല്ലടി പോകലു. അതെ, നിങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ വരാറുണ്ടോ? എന്ത് വട്ട്? വട്ട് നിന്റെ തന്തയ്ക്കടി സീമക്കൊക്കെ. അച്ഛനെ പറഞ്ഞല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? ഞാൻ അച്ഛനെ വിളിക്കും. അച്ഛനെ വിളിക്കും. നിന്റെ അച്ഛൻ വന്നാൽ ഞങ്ങൾക്ക് പുല്ലടി. എന്റെ അച്ഛനല്ല, വെറ്റില കടന്നച്ഛൻ. അതെ, ആന്ധ്രയിലിപ്പൊക്കെ എങ്ങനെയാ? നല്ല ചൂടുള്ള കാലാവസ്ഥ. ആന്ധ്രയിലെ കാലാവസ്ഥ എനിക്ക് എങ്ങനെ അറിയാനാ? RDXന് ഈ ബോംബ് ഉണ്ടാക്കുന്ന സാധനമല്ലേ, അതിനിപ്പോ കിലോക്ക് എന്ത് വിലയുണ്ട്? ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ 10 പൈസക്ക് എലിവിഷം വാങ്ങി തിന്ന്. ബാക്കി ഉണ്ടെങ്കിൽ ഇയാൾക്കും കൂടി കൊടുക്ക. സത്യം പറയടി, നീ നക്സലല്ലേ? അതെ. അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ? ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. കണ്ടോ, ഈ കൈകൾ കൊണ്ട് ഞാൻ 12 പേരെ കൊന്നിട്ടുണ്ട്, അറിയോ? അത് നീ വെറുതെ പറയണതല്ലേ? നൈ, मैं सच बोल रही हूं. വായും പൊളിച്ച് നിൽക്കാതെ കൊച്ചിന് പാലെടുത്ത് തരാൻ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ബോംബിട്ട് തകർത്തു കളയും ഞാൻ. ഇതൊന്ന് കണ്ടിട്ട് പോയിക്കോ എല്ലാവരും. വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കാശ് മുടക്കി ഇയാൾ ഉണ്ടാക്കിയെടുത്ത കള്ളരേഖകൾ. 3 വർഷം മുമ്പ് നടന്ന നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് 1, എന്നെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് 2. ഇതൊക്കെ പോരെ മോനെ, ഏത് സുപ്രീം കോർട്ടിൽ എനിക്ക് വാദിച്ച് ജയിക്കാൻ. ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഇങ്ങോട്ട്. സോറി ഡിയർ, എനിക്ക് ആകെയുള്ള തുറുപ്പ് കുലാനാണ്. ഒരുപാട് ചിരിക്കണ്ട, അത് ഫോട്ടോസ്റ്റാറ്റാ. ഇതാണ് ഒറിജിനൽ. ശത്രു പിടിയാളെ. ഈ വയസ്സിനെ ഓടിപ്പിക്കരുത്. എന്റെ തലയിൽ വീഴാൻ പോണു. ഓ അയ്യോ, ആവുകളൊക്കെ എന്നെ കൊത്തി കൊള്ളണേലും മുമ്പ് എന്നെ രക്ഷിക്കണ. എന്തിനാ പിടിക്കാൻ പോയ? ശത്രുവിനെ പോലെ അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. പടി. അയ്യോ, ആള് മാറിയതാളാ. എന്റെ ഗുരുവായൂരപ്പാ, ഒരു കൊച്ചു പെണ്ണിനെ പൂവങ്കോഴി ഓടിക്കുന്നത് പോലെ ഓടിച്ച് പീഡിപ്പിക്കുന്നത് ഈ കാമപ്രാന്തമാരി. അബദ്ധമൊന്നും കാണിക്കരുത്, സൂക്ഷിച്ചു നിന്നോണം. ഇതെന്റെ വീടാ. ഈശ്വര, ഇത് നിന്റെ പപ്പയല്ല, എന്റെ അച്ഛനാ. എന്താണോ നിനക്കൊരു പരികളി? എന്തു പറ്റി നിനക്ക്? അല്ല, ഇവളൊരു വല്ലാത്ത സ്പ്രേ അടിച്ചിട്ടുണ്ടേ. കാറിൽ ഇരുന്നപ്പോ തന്നെ എനിക്ക് ഛർദിക്കാൻ മതി. നീ അവിടെ പുറത്തിരുന്ന് ഛർദിച്ചിട്ട് പതുക്കെ വന്നാ മതി. മോളിക്ക് കേറി വാ. വെളിയിൽ നല്ല കാറ്റല്ലേ, മോളിൽ ഇരുന്നാ മതി. ഒരു കാര്യം, ശ്രീമതി KP സരസ്വതി അമ്മ റോയൽ ഇലക്ട്രിക്കൽസിൽ നിന്നും വാങ്ങിയ ഫ്രിഡ്ജ് ഒന്നിന് 8600 രൂപ കേശവ ഫൈനാൻസിയേഴ്സിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു. ഈടായി പലിശയടക്കം 12600 രൂപയുടെ ചെക്ക് എനിക്ക് തന്നു.
പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ടും KP സരസ്വതി അമ്മ പലിശ ഇനത്തിൽ വെറും 500 രൂപ മാത്രമേ തന്നതായി കണക്കിൽ കാണുന്നുള്ളൂ. അതെ, എന്നെ സരസു എന്ന് വിളിച്ചാ മതി. കാശ് കിട്ടാൻ ഒരാളെ പട്ടിന്ന് വിളിക്കാൻ പോലും കൊച്ചു കൊച്ചുവിളക്ക് മടിയില്ല. പിന്നല്ലേ സരസു. സരസു ഇപ്പൊ കാശ് കയ്യിലുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ മുതലാളിയോട് ഒരു പരാതി പറയാൻ വന്നതാ. പറയൂ പരാതി നീ സരസു. മുതലാളി കടന്ന കാശിന് ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങിയില്ലേ? അതെ, ആ കാശാണല്ലോ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. പക്ഷേ ഇന്നലെ 4-5 പേര് വീട്ടിൽ കയറി വന്നു. മുതലാളിയുടെ ആൾക്കാരാന്ന് അവര് പറഞ്ഞേ. ഭർത്താവ് വേലക്കാരിയുടെ കൂടെ ഒളിച്ചോടി പോയ ശേഷം എനിക്ക് ആൺതുണ ഇല്ലാന്ന് മുതലാളിക്ക് അറിയാലോ. അവരെന്നെ ഭീഷണിപ്പെടുത്തി ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയി. അങ്ങനെ ഉണ്ടായോ സരസ്വതി? സരസു സരസു സാറേ, ഇവരെ എന്റെ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയേ. ഓഹോ, ഇവരാണോ? ഇങ്ങോട്ട് മാറിക്ക്. ഈ ഇരിക്കുന്ന ശ്രീമതി KP സരസ്വതി അമ്മയുടെ സരസുവിന്റെ എന്തോ എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? എന്തോ അല്ല സാർ, ഫ്രിഡ്ജ്. അതെ, ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത് നിങ്ങളാണോ? അതെ സാർ. അതെ. എങ്ങനെ കൊണ്ടുപോയി? പെട്ടിയോട്ടോയിൽ കയറ്റി. ഓട്ടോയ്ക്ക് എത്ര വാടക കൊടുത്തു? 120. ചായക്കാശ് 900. അയ്യോ, അപ്പൊ എത്രയായി മൊത്തം? 1020 രൂപ. അപ്പൊ അതും അക്കൗണ്ടിൽ കയറി. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോയത്? കൊച്ചു കേശവപിള്ള സാർ. അതാരാണ്? മുതലാളി. എന്നിട്ട് ഫ്രിഡ്ജ് എവിടെ വെച്ചു? മുതലാളിയുടെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എന്റെ പൊന്ന് സരസു, ഇപ്പൊ മനസ്സിലായില്ലേ ഫ്രിഡ്ജ് വന്ന വഴി? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മുതലാളി ഇടയ്ക്കൊക്കെ ഇന്ന് വീട്ടിലേക്ക് വരണം. ഞാൻ വരാം. അപ്പൊ ചായക്കാശ് മുതലായി. അപ്പൊ ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കട്ടെ. എന്ന് ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. പലിശയില്ലെങ്കിലും മുതല് കൊള്ളാം. ഇതാരാണ് പുതിയൊരു അവതാരം? ഇതാണ് സാർ ഞങ്ങൾ പറഞ്ഞ. ഓ, നിങ്ങളുടെ ലീഡർ സുൽത്താൻ ശിവൻ. ഇരിക്കൂ. ഇത്തിരി കുഴൽപ്പട ഇടപാടും ബ്ലേഡുമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പാവ അപ്പാവിയാണ്. ഗതികേട് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പോലുള്ളവരുടെ ഹെൽപ്പിന് കൈ നീട്ടുന്നത്. കൂടുതൽ പ്രതിഫലം ചോദിച്ച് എന്നെ കുത്തുവാള എടുപ്പിക്കരുത്. ഏതായാലും സുൽത്താൻ ശിവൻ സാർ ഇടപെട്ടുകൊണ്ട് മാത്രം പ്രതിഫലത്തിൽ ഒരല്പം തുക കൂട്ടിത്തരാം. നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയാണെങ്കിൽ കുറച്ച് മുന്തിയ ഡീലിങ്സും ഞാൻ നിങ്ങൾക്ക് തരാം. ശിവൻ സാർ എപ്പോഴും ഇങ്ങോട്ട് വരണമെന്നില്ല. ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. എന്നെ കുത്തുവാള എടുപ്പിക്കരുത്. മണിയമ്മേ, നിങ്ങൾ ഇങ്ങനെ മണിയടിച്ച് ജീവിക്കുന്നതുകൊണ്ടാണോ മണിയമ്മ എന്ന പേരിട്ടത്? നിന്റെ തന്തയും തള്ളി എവിടെ നോക്കിയിട്ടാടാ നിനക്ക് ചുന്ദരൻ പേരിട്ടത്? എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അക്കടി പറ്റിയിട്ടില്ല. കൊലപാതകൾക്കും ഗുണ്ടകൾക്കും ഒക്കെ ആണോ യൂണിവേഴ്സിറ്റി റാങ്ക് കൊടുക്കുന്നത്? അറിയില്ല സർ. അറിയില്ല സാർ. എംബോക്കികൾ അവനെയും കൊണ്ട് ഇവിടെ വന്നപ്പോഴേ ഞാൻ അപകടം മണത്തതാ. എന്റെ 8.5 ലക്ഷം രൂപയായിട്ട് അവര് മുങ്ങിയത്. അവരുടെ ഒരു നേതാവ് സുൽത്താൻ ശിവരാജൻ. ഏതായാലും അവൻ പിടിയിലായല്ലോ. സാറിനൊരു കംപ്ലൈന്റ് കൊടുത്തൂടെ? നല്ല ബുദ്ധി. എന്നെ ജയിലിൽ കയറ്റാനാണോ ഞാൻ നിനക്ക് ശമ്പളം പിടിയിരുത്തിയിരിക്കുന്നത്? എന്റെ സാധനം കുഴൽപ്പണം. അയ്യോ, പോലീസിനോട് പറഞ്ഞാൽ ഞാൻ ഗോതമ്പുട്ടയെ മെടുങ്ങി ഇരുമ്പഴികളുടെ കണക്കെടുക്കേണ്ടി വരും. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. അവൻ ജാമ്യത്തിൽ ഇറങ്ങട്ടെ. ഒരു പിള്ള ഇറങ്ങുമ്പോഴേക്കും മറ്റൊരു പിള്ള എത്തി. കേശവളിച്ചേട്ടൻ ഇവിടെ. താനെന്താ ഇവിടെ? ചുമ്മാ. ഞാനും ചുമ്മാ. എനിക്ക് ടിപ്പു സുൽത്താനെ ഒന്ന് കാണണം. സുൽത്താൻ ശിവനെ. അയ്യോ, ശിവശങ്കര പിള്ള സാർ ഇപ്പൊ സുൽത്താനെ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതെന്താ? ശിവശങ്കരൻ കണ്ടാ പിന്നെ എനിക്ക് കണ്ടുകൂടാന്നുണ്ടോ? ഇയാൾ അവനെ പിടിച്ച് വിഴുങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? അതല്ല സാർ, ശിവരാജനെ കാണാൻ ഇന്ന് ഒരാൾക്കേ പെർമിഷൻ ഉള്ളൂ. സാർ നാളെ രാവിലെ വന്നോളൂ. നാളെ രാവിലെ അവനൊരു വിസിറ്റർ ഉണ്ടെന്ന് പറയണ്ട, ഒരു കില്ലർ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. കില്ലർ കേശവ്. തേങ്ങാക്കൊല പോ. ഇപ്പഴാ ശരിക്കും കണ്ടത്. ഈ വേഷം സാറിന് നല്ലത്. നല്ല ചേർച്ചയുണ്ട്. ഇതൊരു ഫാമിലി ട്രിപ്പാണെന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഞാൻ തന്നെ കൂടെ കൂട്ടിയത്. അനാവശ്യമായ കമന്റ്സ് ഒന്നും വേണ്ട. ഊർമിള പറഞ്ഞതിൽ തെറ്റില്ല സാർ. സാറിന് ഈ വേഷം മതി. സപ്പോർട്ട് വേണ്ട. കിഡ്നാപ്പിംഗ്, ചേസിംഗ്, ഫൈറ്റിംഗ്, അതിനാണ് നമ്മളോട് വന്നിരിക്കുന്നത്. അതിന് യോജിച്ചൊരു വേഷം ധരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു സ്ഥിരം ഗുണ്ടയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉച്ചയ്ക്ക് എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നറിയാം?
ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു ജയിൽ പുള്ളിയെ കിഡ്നാപ്പ് ചെയ്യാൻ. അല്ല, തലവേദനയ്ക്ക് മരുന്ന് വാങ്ങാനല്ല. അവനെ ഇങ്ങോട്ട് കൈ കെട്ടിയാ പിന്നെ താൻ വേറെ ഓട്ടോ നോക്കണ്ട. ഓട്ടത്തോടെ ഓട്ടോ. അയ്യോ തലപോണ കേസിലൊന്നും ഞാനില്ല. എനിക്ക് 2 ഭാര്യ ഒരു കുട്ടിയുള്ളതാ. എന്താ ഈ മൈക്കുളന്മാരുടെ പേര്? പിടിക്ക്. ഇവരെ ഗുണ്ടകളെന്ന് വിളിക്കരുത് സാർ. പിന്നെ എന്താണോ ഇവരുടെ പേര്? ഒരാള് സത്യചന്ദ്രൻ, ഒരാൾ ഹരിചന്ദ്രൻ, ഒരാള് സൗമ്യശീലൻ. പ്രസന്റ് സാർ. നല്ല സ്വഭാവ ഗുണമുള്ള ഭീകര ഗുണ്ട. താങ്ക് യു സാർ. താൻ ഇവരെ ആശ്രമത്തിൽ നിന്നാണോ വിളിച്ചത്? തയ്യാറായിരുന്നോളൂ. അയ്യോ, പറ്റിച്ചു.